പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ആയുധശേഷിയുടെയും കരുത്ത് വർദ്ധിപ്പിക്കുവാനുള്ള നീക്കത്തിലാണ് അമേരിക്ക. ശത്രുരാജ്യങ്ങളുടെ അതീവ സുരക്ഷിതമായ ഭൂഗർഭ കേന്ദ്രങ്ങളെ തകർക്കുവാൻ ശേഷിയുള്ള പുതിയ തലമുറ ബങ്കർ ബസ്റ്റർ ബോംബ് വികസിപ്പിക്കാനൊരുങ്ങുകയാണ് ഇപ്പോൾ അമേരിക്ക. GBU-76B എന്ന് ഔദ്യോഗികമായി പേരിട്ടിരിക്കുന്ന ഈ മാരകായുധം നിലവിലുള്ള GBU-57 ബോംബിന് പകരമായാണ് എത്തുന്നത്. 2025 ജൂണിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന സൈനിക നീക്കത്തിൽ GBU-57 ബോംബറുകളാണ് ഉപയോഗിച്ചത്. അന്ന് 7 B-2 ബോംബറുകൾ ഉപയോഗിച്ച് 14 ബോംബുകളാണ് അമേരിക്ക വർഷിച്ചത്. ഈ ആക്രമണത്തിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് പുതിയ GBU-76Bയുടെ നിർമ്മാണം. നെക്സ്റ്റ് ജനറേഷൻ പെനട്രേറ്റർ എന്നറിയപ്പെടുന്ന പദ്ധതിക്ക് കീഴിലാണ് ഈ പുതിയ ബോംബ് വരുന്നത്. GPS സംവിധാനം തടസ്സപ്പെട്ട സാഹചര്യങ്ങളിൽ പോലും 2.2 മീറ്റർ കൃത്യതയോടെ ശത്രു ലക്ഷ്യങ്ങളെ തകർക്കുവാൻ ഇവയ്ക്ക് കരുത്തുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് തൊടുത്തുവിടുവാൻ സഹായിക്കുന്ന റോക്കറ്റ് ബൂസ്റ്ററുകളും ഉൾപ്പെടുന്നതാകും പുതിയ ബോംബ്. അതായത് ബോംബ് വർഷിക്കുവാൻ ശത്രുരാജ്യങ്ങളുടെ സമീപത്ത് എത്തിയാൽ മാത്രം മതിയെന്ന് അർത്ഥം. സങ്കീർണമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിയിലല്ലാതെ തന്നെ ശത്രുരാജ്യങ്ങളിൽ നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുവാൻ സഹായിക്കുന്ന തരത്തിലാണ് ബോംബിന്റെ രൂപകൽപ്പന. ഏകദേശം 20,000 മുതൽ 30,000 പൗണ്ട് വരെ ഭാരമുള്ളതായിരിക്കും GBU-76B. മുൻഗാമിയായ GBU-57 200 അടി താഴ്ചയുള്ള കോൺക്രീറ്റ് പാളികൾ തകർക്കുവാനുള്ള ശേഷിയുണ്ടായിരുന്നു. എന്നാൽ പുതിയ ബോംബ് ഇതിനേക്കാൾ പ്രഹരശേഷിയുള്ളതായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇറാൻ, ചൈന, റഷ്യ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ അതിശക്തമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഭൂഗർഭ സൈനിക കേന്ദ്രങ്ങൾ, കമാൻഡ് ബങ്കറുകൾ, ആണവ നിലയങ്ങൾ എന്നിവ തകർക്കുക എന്നതാണ് ആയുധത്തിന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്കയുടെ ഭാവിയിലെ സ്റ്റെൽത്ത് ബോംബറായ B-21 റഡറിൽ ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. നിലവിൽ B-2 സ്പിരിറ്റ് ബോംബറുകൾക്ക് മാത്രമാണ് ഇത്തരം ഭീമൻ ബോംബുകൾ വഹിക്കുവാൻ ശേഷിയുള്ളത്. ബോംബിന്റെ ഗവേഷണം, വികസനം, നിർമ്മാണം എന്നിവയ്ക്കായി US വ്യോമസേന താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. ഇറാനുമായുണ്ടായ സമീപകാല സംഘർഷങ്ങളാണ് ഇത്തരമൊരു അത്യാധുനിക ആയുധം വികസിപ്പിക്കുവാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത്. അതേസമയം ഈ ആയുധത്തിന്റെ നിർമ്മാണത്തിനും ഉപയോഗത്തിനും ഭീമമായ ചിലവ് വരുന്നത് വലിയ വെല്ലുവിളിയാണ്. GBU-57 നിർമ്മാണത്തിന് ഏകദേശം 400 ദശലക്ഷം മുതൽ 500 ദശലക്ഷം US$ വരെ, അതായത് ഏകദേശം 3,300 കോടി മുതൽ 4,100 കോടിയിലധികം ഇന്ത്യൻ രൂപയാണ് ഇതിന്റെ റിസർച്ച്, ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ് ഘട്ടങ്ങൾക്കായി മാത്രം ചിലവായത്. ഇത് സാധാരണ ബോംബുകൾ പോലെ കൂട്ടത്തോടെ നിർമ്മിക്കുന്നതല്ല എന്നതുകൊണ്ട് ഇതിന്റെ നിർമ്മാണ പ്രക്രിയ വളരെ സങ്കീർണവും ചിലവേറിയതുമാണ്. ഒരു GBU-57 ബോംബ് നിർമ്മിക്കുവാൻ ഏകദേശം $3.5 മില്യൺ, അതായത് ഏകദേശം 29 കോടി രൂപ ചിലവ് വരും. എന്നാൽ ഇതിന്റെ ഗൈഡൻസ് സിസ്റ്റം, അനുബന്ധ ഉപകരണങ്ങൾ, കാലാകാലങ്ങളിൽ വരുത്തുന്ന അപ്ഗ്രേഡുകൾ എന്നിവയടക്കം കണക്കാക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ മൂല്യം ഓരോ യൂണിറ്റിനും $13 മില്യൺ മുതൽ $15 മില്യൺ വരെ, ഏകദേശം 100 കോടിയിലധികം രൂപ ചിലവാകും ഉണ്ടാവുക. GBU-57 ബോംബ് അതിന്റെ ഭീമമായ വലിപ്പവും ഭാരവും കാരണം എല്ലാ യുദ്ധവിമാനങ്ങളിലും വഹിക്കുവാൻ കഴിയുന്നവയായിരിക്കില്ല. അമേരിക്കയുടെ B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾക്ക് മാത്രമേ ഇത് വഹിക്കുവാൻ ശേഷിയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ച് പ്രയോഗിക്കുവാനുള്ള ചിലവും വളരെ കൂടുതലായിരിക്കും. B-2 ബോംബർ വിമാനം 1 മണിക്കൂർ പറക്കുന്നതിന് മാത്രം ഏകദേശം $1,50,000 US$, ഏകദേശം 1.25 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട മിഡിൽ ഈസ്റ്റിലോ മറ്റോ ഉള്ള ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ബോംബാക്രമണം നടത്തി തിരിച്ചെത്തുവാൻ ഒരു B-2 വിമാനത്തിന് 30 മുതൽ 40 മണിക്കൂർ വരെ വേണ്ടി വന്നേക്കും. അതായത് വിമാനത്തിന്റെ ഇന്ധനം, അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്ക് മാത്രമായി $5 മുതൽ $7 ദശലക്ഷം, 40 മുതൽ 58 കോടി രൂപ വരെയാണ് ചിലവാവുക. ബോംബിന്റെ വില, വിമാനത്തിന്റെ ചിലവ്, റീഫ്യൂവലിംഗ് ടാങ്കറുകൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയെല്ലാം കൂട്ടി ഒരു തവണ ഈ ബോംബ് വിജയകരമായി ശത്രുവിനുമേൽ പ്രയോഗിക്കുവാൻ ചുരുങ്ങിയത് $20 മില്യൺ മുതൽ $30 മില്യൺ വരെയാണ് അമേരിക്കയ്ക്ക് ചിലവാക്കേണ്ടി വരിക.